ഇറാനുമായുള്ള ആണവ കരാർ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നതിനിടയിൽ മിസ്റ്റർ നൈസ് ഗൈ പരിവേഷം താൻ അവസാനിപ്പിക്കുകയാണെന്ന പരസ്യ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. മാക്സിമം പ്രഷർ, അതായത് പരമാവധി സമ്മർദ്ദം തന്ത്രത്തിന്റെ ഭാഗമായി ഇറാന് മേൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം കൂടുതൽ കടുപ്പിക്കാനാണ് വൈറ്റ് ഹൗസിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി ഇറാന്റെ എണ്ണക്കടത്ത് പൂർണ്ണമായും തടയുന്ന ഉപരോധം നീട്ടാൻ ട്രംപ് തന്റെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇറാൻ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കാൻ ഇത്തവണ ട്രംപ് തെരഞ്ഞെടുത്തത് തികച്ചും വിചിത്രമായ ഒരു മാർഗമാണ്. സ്ഫോടനങ്ങൾക്കിടയിൽ കയ്യിൽ വലിയൊരു റൈഫിളുമായി നിൽക്കുന്ന തന്റെ തന്നെ AI നിർമ്മിത ചിത്രം ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചുകൊണ്ടാണ് ട്രംപ് ഭീഷണി മുഴക്കിയത്. ഇനി വിട്ടുവീഴ്ചയില്ല എന്ന തലക്കെട്ടോടെ പങ്കുവച്ച ചിത്രം ഇറാനിലെ മതാധിപത്യ ഭരണകൂടത്തിനുള്ള വ്യക്തമായ താക്കീതാണ്. ഇറാന് കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ അറിയില്ല. ഒരു ആണവരഹിത കരാറിൽ എങ്ങനെ ഒപ്പിടണമെന്ന് അവർക്കറിയില്ല. അവർ എത്രയും വേഗം ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്നതാണ് നല്ലത്. ട്രംപ് തന്റെ പോസ്റ്റിൽ കുറിച്ചു. ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന ഈ പോസ്റ്റ് പുറത്തു വന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് രേഖപ്പെടുത്തിയത്. രാജ്യാന്തര വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $115 ഉയർന്നു. ഇന്ന് പുലർച്ചെ മുതൽ എണ്ണവിലയിൽ 3% വർധനവാണ് ഉണ്ടായത്. US ബെഞ്ചർമാർക്കായ വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് വിലയും $103 മുകളിലെത്തി. യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നതും ചർച്ചകൾ അനിശ്ചിതത്വത്തിലായതും ആഗോള വിപണിയെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇറാൻ സാമ്പത്തികമായി തകർന്നടിയുകയാണെന്നും അവർ തകർച്ചയുടെ വക്കിലാണെന്നും ട്രംപ് അവകാശപ്പെടുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം മാറ്റണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഭരണകൂടത്തിന്റെ ഖജനാവ് ശൂന്യമാക്കുക വഴി അവരെ ചർച്ചാമേശയിലേക്ക് എത്തിക്കാമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. ഇതിനായി ഷെവ്രോൺ സിഇഒ മൈക്ക് വിർത്ത് ഉൾപ്പെടെയുള്ള പ്രമുഖ എണ്ണ കമ്പനി മേധാവികളുമായി ട്രംപ് വൈറ്റ് ഹൗസിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇറാനിലെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർക്ക് ഐലൻഡിനെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളാണ് അമേരിക്ക പ്രധാനമായും നടത്തുന്നത്. ഗാർക്ക് ഐലൻഡിലെ സംഭരണശേഷി ഉടൻ പൂർത്തിയാകുമെന്നും അതോടെ ഇറാൻ എണ്ണ ഉൽപ്പാദനം കുറയ്ക്കാൻ നിർബന്ധിതരാകുമെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസൺ പറഞ്ഞു. ഇത് ഇറാനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പ്രതിദിനം $170 മില്യൺ വരുമെന്നാണ് കണക്കാക്കുന്നത്. അതേസമയം അമേരിക്കയുടെ ആവശ്യങ്ങൾ യുക്തിരഹിതമാണെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചു. സ്വതന്ത്ര രാജ്യങ്ങൾക്ക് മേൽ പോളിസികൾ അടിച്ചേൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് ഇറാൻ വക്താവ് റസാ തലായി പറഞ്ഞു. ചർച്ചകളിൽ ഒരു തീരുമാനമാകാത്ത പക്ഷം ഇതൊരു മരവിപ്പിച്ച സംഘർഷമായി മാറിയേക്കാമെന്ന് ഖത്തർ മുന്നറിയിപ്പ് നൽകി. ഇറാൻ വിഷയത്തിൽ അമേരിക്കയെ വിമർശിച്ച ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസിനെതിരെയും ട്രംപ് ആഞ്ഞടിച്ചു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ലോകത്തെ മുഴുവൻ ബന്ദികളാക്കുന്നതിന് തുല്യമാണെന്ന് ട്രംപ് പറഞ്ഞു.